ഹലോ +2 കോമേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മുടെ ഒഫീഷ്യലി നിങ്ങളുടെ റിസൾട്ട്സ് അറിയാനായിട്ടുള്ള ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ കമ്മിങ് 22nd, അതായത് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് നമ്മുടെ മാർച്ച് മാസം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ പേരൊക്കെ കണ്ടിന്യൂസ് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കുറേ പേരൊക്കെ ലാസ്റ്റ് മിനിറ്റ് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഇട്ട എഫേർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കുറേ ഡെഡിക്കേറ്റഡ് ആയിട്ടും അതുപോലെ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പഠിച്ച് എഴുതിയ ഒരു എക്സാം ആണ് അല്ലേ. അപ്പം അതിനുവേണ്ടി റിസൾട്ട്സ് അറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റിയോടെ ആയിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്, അത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, മിസ് ഭയങ്കര ടെൻഷനാണ്, ഈ ടെൻഷൻ കാരണം അടുത്ത എന്താണ് പ്ലാൻ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നതെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളോടൊക്കെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഇനിയും അതായത് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു, എക്സാംസ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി എന്താണ് ഫ്യൂച്ചർ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇപ്പോഴേ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. അതെങ്ങനെയും ആവട്ടെ, മാർക്ക് എങ്ങനെയും ആവട്ടെ. നമുക്കറിയാം പല എക്സാംസും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ചില സബ്ജക്ട്സ് ചില സ്റ്റുഡൻസ് ഒക്കെ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എഴുതി കഴിഞ്ഞു, ഇനി റിസൾട്ട്സ് എന്തുമാവട്ടെ. ഈ 12th മാർക്കല്ല ഒരിക്കലും അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 12th മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ 12th നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അയ്യോ ഇനി മുന്നോട്ട് ലൈഫ് ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കുറേ ഡ്രീംസ് കാണും അല്ലേ. ചിലവർക്ക് പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വെച്ച പല കോഴ്സുകൾ കാണും അല്ലേ. അപ്പം അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചോളാം. ഇനി എനിക്ക് പറയാനായിട്ടുള്ളത്, ഇത്തവണ +2 എക്സാം എഴുതി ആ സ്റ്റുഡൻസിൻ്റെ പാരൻസിനോടും ടീച്ചേഴ്സിനോടാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ ഒരു ടൈമിൽ, അതായത് എക്സാം റിസൾട്ട് വരുന്ന ഒരു സമയത്ത്, എക്സാമിൻ്റെ സമയത്തിനേക്കാളും കൂടുതൽ എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് അവരുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ് കമ്പാരിസൺ. അവരുടെ ഫ്രണ്ട്സിന് ഇത്രയും മാർക്ക് കിട്ടി, നിനക്ക് ഇത്രയും മാർക്ക് കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഇത്രയും മാർക്കേ കിട്ടിയുള്ളോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല സ്റ്റുഡൻസിനെയും അവർക്ക് ഒരു ഡിപ്രഷൻ ലെവലിലോട്ടോ അല്ലെങ്കിൽ അവരെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പം അങ്ങനെ കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കാതിരിക്കുക. കാരണം ഇനി അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതും അവരുടെ പാരൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഇപ്പം അക്കാഡമിക്സിൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു തരത്തിലായിരിക്കും അവരതിൽ എക്സൽ ചെയ്ത് നിൽക്കുന്നത്. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പറ്റിയൊരു സ്ട്രീം അവർ ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട്സ് അറിയും. അപ്പം നിങ്ങൾ അധികം ഓവർ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സാം എഴുതി, മാർക്ക് എന്തും ആവട്ടെ, കിട്ടുന്ന മാർക്കിൽ നിങ്ങൾ ഹാപ്പി ആവുക. പിന്നെ നിങ്ങൾ ഇനി ഫ്യൂച്ചറിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ട് ഈസ് മെന്റ് ഫോർ യു വിൽ ഫൈൻഡ് യു അല്ലേ. അപ്പം എന്നെ തേടി വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ നിങ്ങളുടെ എഫേർട്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇനി മുന്നോട്ടും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഇനി മുന്നോട്ടും മേ ബി ഇപ്പം വർക്ക് ചെയ്ത് ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഡോണ്ട് ഗിവ് അപ്പ്. വി ആർ വെരി പ്രൗഡ് ഓഫ് യു. ഓൾ ദി ബെസ്റ്റ്.